നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് നഗരസഭയുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പണി കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തൊക്കെ പുല്ലുകൾ വളർന്ന് പൊന്തക്കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കുറേ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിറച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത് മാലിന്യങ്ങളല്ല, കെട്ടിട നിർമ്മാണത്തിന് കൊണ്ടുവന്നിട്ടുള്ള സിമൻറ്റോ കാര്യങ്ങളോ കട്ടപിടിച്ചിട്ടുള്ളതായിരിക്കാം. പണി പൂർത്തിയായിട്ടില്ലെങ്കിലും പൂർത്തിയായ സ്ഥലങ്ങളിൽ ഭിക്ഷക്കാർ കിടന്നുറങ്ങുന്നു, സഞ്ചാരികൾ കിടന്നുറങ്ങുന്നു. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതാ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരികളും തണൽ സംഘടനയും ഇന്ന് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയിട്ടുണ്ട്. പട്ടി വരെ പെറ്റുകിടക്കുകയാണ് ഇവിടെ. കണ്ടോ? ഇതൊക്കെ തന്നെയാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. എത്രയും വേഗം പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്നുള്ള പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും വാഹന ഉടമകളുടെയും ആവശ്യം ശക്തമായിരിക്കുകയാണ്. എന്തേ ഇനിയും വൈകിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. രാത്രിയായാൽ ഈ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും ശല്യം വളരെ കൂടുതലാണെന്ന് പറയുന്നു. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ? ആരാണ് ഇതിന് ഉത്തരം കാണേണ്ടത്? ആരാണ് ഇതിന് നടപടിയെടുക്കേണ്ടത്? ഇതൊക്കെയാണ് സംശയങ്ങൾ. പണിത സ്ഥലം പോലും പൂർത്തീകരിച്ചിട്ടില്ല. കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നു. ഇവനാണ് യാത്രക്കാരൻ, നായ. അതുപോലെ തന്നെ റോഡ് കുണ്ടും കുഴിയുമായി ചെളി നിറഞ്ഞു കിടക്കുന്നു. എത്രയും വേഗം ശരിയാക്കി കൊടുത്തുകൂടെ? എന്തേ കാലതാമസം? ഭിക്ഷക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നു, പട്ടികൾ പെറ്റുകിടക്കുന്നു. ഈ ബസ് സ്റ്റാൻഡ് നിന്നതോടെ പരിസരത്തെ പല കടക്കാരും കട പൂട്ടിപ്പോയി. ഇപ്പോൾ നടക്കുന്ന കച്ചവടക്കാർ ഏറെ ബുദ്ധിമുട്ടി നഷ്ടം സഹിച്ചാണ് വ്യാപാരം നടത്തുന്നത്. ചുറ്റിക്കറങ്ങി വേണം യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ. പൊന്തക്കാടുകൾ നിറഞ്ഞിടത്ത് ബസ് നിർത്തിയിട്ടുണ്ട്. ഇഴജന്തുക്കൾ ഈ ബസ്സിൽ കയറിയാൽ ഒരുപക്ഷെ യാത്രക്കാർക്ക് ഇഴജന്തുക്കളുടെ ആക്രമണം നേരിടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. പൊന്തക്കാടുകൾ വെട്ടിത്തെളിയിക്കുക, റോഡ് നേരെയാക്കുക, എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം.
ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധവും സമരവും ജാഥയും റാലിയും ധർണയും എല്ലാം നടത്തിയിട്ടുണ്ട്. പാതി വഴിയിൽ നിന്ന പോലെയാണ്. എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് നിന്നുപോയി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജനപ്രതിനിധികൾ സ്ഥാനം ഏറ്റെടുത്തു. എന്നിട്ടും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പട്ടി പെറ്റുകിടക്കുകയാണ്. ഇതൊന്ന് നേരെയാക്കിക്കൂടെ? എന്ന് നേരെയാക്കും? അധികം വൈകാതെ തന്നെ ഈ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഇനി അധികം വൈകിക്കൂടാ. മഴക്കാലം തീരുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് തുറന്ന് യാത്രക്കാർക്ക് നൽകണമെന്ന് പൊതുപ്രവർത്തകനായ ഹസൻ മുഹമ്മദ് പറഞ്ഞു. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3 സേവനത്തിൻ്റെ 27ാം വർഷം.